ഹായ് ഫ്രണ്ട്സ്, പവിത്രൻ സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ മുത്തശ്ശി വേദയെ വിളിക്കുന്നുണ്ട്. വർഷയുടെ വീട്ടിലേക്ക് വരുന്ന വെള്ളിയാഴ്ച പോകുന്നുണ്ട്, നീ കൂടെ പോര് എന്ന് പറയുമ്പോൾ അത് വേണ്ട, നിങ്ങൾ പോകുന്ന ദിവസം തന്നെ ഞാൻ അങ്ങ് എത്തിക്കോളാം എന്ന് പറയാൻ കേട്ടോ. ആ സമയം തന്നെ നമ്മുടെ വിക്രം അവിടെ എത്തുന്നുണ്ട്. വിക്രം എത്തിയെന്ന് തോന്നുന്നല്ലോ, എങ്കിൽ മുത്തശ്ശി പിന്നീട് വിളിക്കാം എന്ന് പറഞ്ഞ് ഒരു ഉമ്മയൊക്കെ കൊടുത്തിട്ടാണ് വേദയുടെ കട്ട് ചെയ്യുന്നത്. ആ സമയം നമ്മുടെ വിക്രം ഉമ്മറത്തേക്ക് ഇങ്ങനെ കയറി വരികയാണ്. അങ്ങനെ വിക്രം കയറി വരുമ്പോൾ തന്നെ നമ്മുടെ വേദയെ ഇങ്ങനെ ശ്രദ്ധിക്കണേ. ആരോടാ ഇത്ര വലിയ കിന്നാരം? പേടിക്കണ്ട, കാമുകനോടല്ല എന്ന് വേദ പറയുമ്പോൾ, അയ്യോ അങ്ങനെ ഒരു മരങ്ങോടനായിരിക്കണമെന്ന് പ്രാർത്ഥിച്ചതേ ഉള്ളൂ, വെറുതെ നിരാശപ്പെടുത്തി കളയല്ലേ എന്ന് പറയുമ്പോൾ വേദ പറയുന്നുണ്ട്, ഇത്രയും വലിയ മരങ്ങോടനെ എവിടുന്ന് കിട്ടാനാ? എന്താ നീ പറഞ്ഞത്? അതെ, ഇത്രയും വലിയ മരങ്ങോടനെ ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഉണ്ടാവോ എന്ന് പറയട്ടെ വേദ. അപ്പോൾ നമ്മുടെ വിക്രം ആകെ ചമ്മി നിൽക്കുക കേട്ടോ. അപ്പോൾ വേദ ചോദിക്കുന്നുണ്ട്, എന്തായി രാവിലെ പോയിട്ട്? എല്ലാവരെയും അടിച്ച് നിരപ്പാക്കിയോ? എന്തായിരുന്നു ആയുധം? വെട്ടുകത്തി, പിച്ചാത്തി, ഇടിക്കട്ട, വടിവാൾ, അതോ ഷൂട്ട് ചെയ്ത് നിരപ്പാക്കിയോ? ഓ, നിങ്ങൾ രാഷ്ട്രീയക്കാർക്ക് ഷൂട്ട് ചെയ്യുന്നതിലല്ലോ അല്ലേ രസം, വെട്ടാണല്ലോ. 22, 42, 52 അങ്ങനെയൊക്കെ ആണല്ലോ എന്ന് പറയുമ്പോൾ, വായടക്കടി, എന്റെ കാര്യം ഞാൻ തീരുമാനിച്ചോളാം. അങ്ങനെ തീരുമാനിക്കേണ്ടി വന്നതുകൊണ്ടാണല്ലോ അച്ഛനും അമ്മയും അമ്പലത്തിൽ പോയപ്പോൾ തന്നെ പിറകെ ഇങ്ങനെ ഓടേണ്ടി വന്നത്. നീ എന്താ എന്നെ കളിയാക്കുകയാണോ? ഞാൻ കളിയാക്കിയതാണോ? നിങ്ങൾ വരുത്തി വയ്ക്കുന്നതല്ലേ. ഇന്നലെ മുതൽ നിങ്ങൾക്കെന്താ ഭയം തുടങ്ങിയോ? അത് പിന്നെ ഈ നാട്ടിൽ ഒരുപാട് ശത്രുക്കൾ എനിക്കുണ്ട്. എന്നോടുള്ള പക എൻ്റെ വീട്ടുകാരോട് തീർക്കുമ്പോൾ ഭയമില്ലാതിരിക്കുമെന്ന് ചോദിക്കട്ടോ വിക്രം. യെസ്, അത് തന്നെയാണ് എൻ്റെ പോയിന്റ്. നിങ്ങൾ നാട്ടിൽ നടത്തുന്ന തെമ്മാടിത്തരത്തിന് വീട്ടിലുള്ളവരാണ് അനുഭവിക്കേണ്ടി വരുന്നതെന്ന് വേദ പറയാണ് കേട്ടോ. നിങ്ങൾ കാരണം നിങ്ങളുടെ വീട്ടുകാർ എന്തുമാത്രം വിഷമിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാവോ? നിങ്ങൾ കാരണം അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഇനി അങ്ങനെ ഒന്നും സംഭവിക്കില്ല എന്ന് പറയാട്ടോ വിക്രം. സംഭവിച്ചാൽ എന്നാണ് ഞാൻ ചോദിച്ചത്. ഇതൊക്കെ നിങ്ങൾക്ക് നിർത്തിക്കൂടെ? ഒന്നുമില്ലെങ്കിലും വീട്ടുകാർക്കെങ്കിലും മനസ്സമാധാനം ഉണ്ടാവുമല്ലോ എന്ന് ചോദിക്കുമ്പോൾ, നീ ഒന്ന് നിർത്തുന്നുണ്ടോ? നിനക്കൊക്കെ ഒന്ന് വേഗം കിടന്നുറങ്ങിക്കൂടെ? മനുഷ്യനെ സ്വൈര്യം കെടുത്താൻ വേണ്ടിയിട്ട് കാലം കൊഴിയെ പോലെ കാത്തു കിടക്കും എന്ന് പറയുമ്പോൾ വേദ പറയുന്നുണ്ട്, നിങ്ങളോട് ചോദിക്കാനുള്ള അവകാശം കൊണ്ട് ഞാൻ ചോദിച്ചതൊന്നുമല്ല, ആ അമ്മയുടെയും അച്ഛൻ്റെയും കണ്ണീര് കണ്ടിട്ട് തന്നെയാ ചോദിച്ചത്. എന്നാ ഭവാൻ ചെല്ല്, രാവിലെ പല്ല് തേക്കാതെയും കുളിക്കാതെ അല്ലേ പോയത്? അതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും ഞാൻ ഭക്ഷണം വിളമ്പി വെക്കാം എന്ന് പറയട്ടോ വേദ. ഓ, എനിക്ക് ഭക്ഷണം വിളമ്പിത്തരേ ഇവിടെ എൻ്റെ അമ്മ എന്ന് പറയുമ്പോഴേക്കും വേദ പറയുന്നുണ്ട്, അമ്മ ആ പാവം പോയി കിടന്നുറങ്ങി, ഒരുപാട് നിങ്ങൾക്ക് വേണ്ടി വിഷമിച്ചാ പോയത്, ഇനി അതിനെ വിളിച്ചുണർത്തണോ? ഭക്ഷണം വേണമെങ്കിൽ ഞാൻ വിളമ്പിത്തരാം, അല്ലെങ്കിൽ നിങ്ങളുടെ തൊഴുത്തിൽ പോയി നിങ്ങൾ ഉറങ്ങ് എന്ന് പറയണേ. തൊഴുത്തോ? ഞാൻ റൂമിനെ റൂം എന്ന് വിളിക്കാൻ പറ്റുമോ? അതാണ് തൊഴുത്ത് എന്ന് പറഞ്ഞിട്ട് വേദ അങ്ങ് ഉള്ളിലേക്ക് കയറി പോവാണേ.